ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു വീട് ചെയ്യുകയാണെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കുന്ന ഫാൻസി ലൈറ്റുകളുടെ പൊസിഷനും എവിടേക്കാണ് കൊടുക്കേണ്ടതെന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇതൊരു എക്സാമ്പിളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു കണ്ടംപററി സ്റ്റൈൽ വീടാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നത് അതുപോലുള്ള ലൈറ്റുകളായിരിക്കണം കൊടുക്കേണ്ടത്. നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതായത് നമ്മൾ കോൺക്രീറ്റിലിടുന്ന ബോക്സിനെ കുറിച്ചിട്ട്. അത് നമ്മൾ ചെയ്തു. അതിനുശേഷം ഇനി നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന ഫാൻസി ലൈറ്റുകൾ കൊടുക്കാൻ വാളിൽ കൊടുക്കുന്ന ലൈറ്റുകളാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒരു പിന്ന് കണ്ടോ, ഈ പിന്നിൻ്റെ സെൻട്രലായിട്ട് നമ്മളൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ആ പിന്നിൻ്റെ സെൻട്രൽ എന്ന് പറയുമ്പോൾ ആ പിന്നിൻ്റെ ടോട്ടൽ സെൻട്രൽ മുകളിലേക്കും താഴേക്കുമായിട്ടാണ്, സെൻട്രലായിട്ടാണ്, ഏകദേശം സെൻറ്ററായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ മുകളിലേക്കും താഴേക്കുള്ള ലൈറ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുക, അപ്പ് ആൻഡ് ഡൗൺ കൊടുക്കാൻ ഉദ്ദേശിക്കുക. പിന്നെ നമ്മളൊരു ജനൽ വരുന്നുണ്ട്, ആ റൂമിൻ്റെ ജനൽ വരുന്നതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും സെപ്പറേറ്റ് കണ്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനലിൽ നിന്ന് എത്രയാണോ എടുക്കുന്നത് അതുപോലെ തന്നെ അപ്പുറത്തുനിന്ന് എടുക്കണം. അപ്പോൾ അതും അതുപോലെ തന്നെ കൊടുത്തത്. പിന്നെ ഈ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 3 ലൈറ്റ് നമ്മളിപ്പോൾ 3 ലൈറ്റും ഒരേ ലൈനിലായിരിക്കണം കൊടുക്കേണ്ടത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. കാരണം ഏറ്റവും അവസാനം ഫിനിഷിങ് ചെയ്യുന്ന കഴിയുമ്പോൾ അത് വൃത്തികേടായിട്ട് വരരുത്, ഒരേ ലെവലിൽ കൊടുക്കണം. പിന്നെ താഴത്ത് വരുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കണ്ട, ഫ്രണ്ടിൽ നിന്ന് കാണാവുന്ന രീതിയിലായിരിക്കണം നമുക്കൊരു പോയിന്റ് കൊടുക്കേണ്ടത്. അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ജനലിൻ്റെ താഴെയായിട്ട് ആ ചെറിയൊരു പിന്ന് കണ്ട അതിന് സെൻട്രലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേ ഹൈറ്റിൽ തന്നെയായിരിക്കണം നമ്മൾ ഇപ്പുറത്ത് നിങ്ങൾ കാണിച്ചു തരാൻ കണ്ട ഈ ഒരു പിന്ന് കണ്ട. മുകളിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ കോൺകീലിടുന്ന ബോക്സ് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴേക്ക് വരുന്ന സെൻട്രലായിട്ട് നമ്മളൊരു ലൈറ്റ് പോയിന്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് സീലിങ്ങിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്, അത് കോൺക്രീറ്റിലിടുന്ന ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ട് താഴെ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പ് ആൻഡ് ഡൗൺ വരുന്ന രീതിയിലാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കുന്ന ലൈറ്റുകളെല്ലാം അവിടെ ഉണ്ട് കണ്ടോ, നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ഒരു പൈപ്പ് നിങ്ങൾ പുറത്തേക്ക് നിങ്ങൾ കണ്ടോ, ആ പിന്നിൻ്റെ സെൻട്രലായിട്ട്. അത് ഒരുപാട് ഹൈറ്റിലല്ല, എന്നാൽ താഴേക്കും അല്ലാത്ത രീതിയിൽ. ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഫ്രണ്ടിലെ ലൈറ്റുകൾ നമ്മൾ വെക്കുമ്പോൾ ഒരേ ലെവലിലായിരിക്കണം. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം ഒരേ ലെവലിലായിരിക്കണം, ഒരേ നിര പോലെയായിട്ട് ഫീൽ ചെയ്യണം. അങ്ങനെ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ലൈറ്റ് വെച്ചതിന് ശേഷം ഒന്ന് കയറി ഒന്ന് താഴ്ന്നൊക്കെ ഇരിക്കും. അപ്പോൾ അത് ഭയങ്കര വൃത്തികേടായിരിക്കും. ഒരേ ലെവലിൽ ഇരുന്ന് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. മുകളിലെ ലൈറ്റുകളാണെങ്കിൽ ഒരേ ലെവലിൽ കൊടുക്കുക, താഴത്തെ ലൈറ്റുകളാണെങ്കിലും ഭിത്തിമ കൊടുക്കുന്ന ഒരേ ലെവലിൽ കൊടുക്കുക. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറകിൽ ബാക്ക് സൈഡിൽ വരുന്ന ലൈറ്റുകളാണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം വേണ്ട ഹോൾഡർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വീടിൻ്റെ ലെങ്ത്ത് അനുസരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിൽ വേണമെങ്കിൽ 1-2 ലൈറ്റ് കൊടുക്കാം, ഇപ്പുറത്തെ സൈഡിൽ വേണമെങ്കിൽ 1-2 ലൈറ്റ് കൊടുക്കാം, കിച്ചണിൻ്റെ ആ സൈഡിലേക്ക് വേണമെങ്കിൽ ഒരു ലൈറ്റ് കൊടുക്കാം. അത്രയൊക്കെ ലൈറ്റുകളാണ് നമുക്ക് പുറമെ ലൈറ്റുകൾ ആവശ്യം വരുന്നുള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗേറ്റ് ലാമ്പ് കൊടുക്കുന്ന സമയത്ത് കൊടുക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു പോയിൻ്റ് കൊണ്ടുപോയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് നമ്മുടെ വീടുമേക്ക് അടുപ്പിച്ച് ചെയ്യുക. അതായത് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നല്ല, നമ്മുടെ ഗേറ്റിൽ നിന്നും വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കിട്ടാവുന്ന രീതിയിൽ ഒരു MHO അതിലൊരു സ്പോട്ട് ലൈറ്റോ ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതായത് വീട് ലൈറ്റുകൾ മാത്രമല്ല, നമ്മൾ വീട് എപ്പോഴും എടുത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടാകും. അതായത് നമ്മൾ സ്പോട്ട് ലൈറ്റ് വീടുമേക്ക് അടുപ്പിക്കുക. അത് 2 മതിലുണ്ടെങ്കിൽ മതിലിൻ്റെ ഫ്രണ്ടിൽ ഒരു പോയിൻ്റ് എക്സ്ട്രാ കൊണ്ടുപോയിട്ട് അവിടെ നമ്മളൊരു MH വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഫ്രണ്ടിൽ വരുന്ന ലൈറ്റുകൾ എങ്ങനെ കൊടുക്കണം ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയതല്ല, നമ്മൾ ഇതുപോലെ തന്നെ മുകളിൽ കൊടുത്തിരിക്കുന്ന ബോക്സുകൾ കണ്ടോ, ഈ ബോക്സുകളിൽ ഓൾറെഡി സീലിങ്ങിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റുകൾ ഓൾറെഡി ഉണ്ട്. അത് എത്ര എണ്ണമെന്ന് ഞാൻ കറക്റ്റായിട്ട് മുന്നൊരു വീഡിയോ ഈ വീഡിയോ തന്നെ വെച്ചിട്ട് ഇതിന് മുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കാം. നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ആ ബോക്സ് എവിടെ നിന്ന് കിട്ടുമെന്ന്, ആ ബോക്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഫുൾ ഡീറ്റെയിൽ നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്നവരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഫ്രണ്ട്സ്, ഷെയറും കൂടി ചെയ്യുക, ലൈക്കും കൂടി ചെയ്യുക ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste time to my place. I feel my heart erase, so catch me if I fall.